Morning. Good morning, ma'am. Good morning. Good morning, Miss. Ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Morning. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ട് എവിടെയായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. മോർണിംഗ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ചെറിയൊരു ടോപ്പിക് ഉള്ളൂ. അതോടുകൂടി നമ്മുടെ CSSD ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതും കൂടി നോക്കിയിട്ട് നമുക്ക് നോക്കാം. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് CSSD മാനേജർ ഇൻ ചാർജ്. അപ്പോ മാനേജർ ഇൻ ചാർജ് ആരാണ്? ഹൈറാർക്കിയിൽ നമ്മൾ കണ്ടു അല്ലെ, ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു പൊസിഷൻ ആണ് ഇത് മാനേജർ ഇൻ ചാർജ് എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടോ? മാനേജർ ഉണ്ട്, പിന്നെ അതിന്റെ അടിയിലായിട്ട് ആരൊക്കെ ഉണ്ട് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഹൈറാർക്കി നമ്മൾ പഠിച്ചു അല്ലെ. CSSD ഇൻചാർജ് ഉണ്ട്, ടെക്നീഷ്യൻ ഉണ്ട്, അസിസ്റ്റന്റ് ഉണ്ട്, ക്ലർക്ക് ആൻഡ് സ്റ്റോർ കീപ്പർ ഉണ്ട്, അതുപോലെ ലാസ്റ്റ് പൊസിഷനിൽ ഹൗസ് കീപ്പർ. ഓക്കെ, ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് CSSD എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ടുള്ള ഒരു മേൽനോട്ടം വഹിക്കുന്ന ഒരാളാണ് ആര്? മാനേജർ എന്ന് പറയുന്നത്. ഡിസ്പ്ലേ ഇൻ ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. എന്താണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് ടൈമിങ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, പ്രഷർ, ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും അല്ലെ. അത് കറക്റ്റ് ആയിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കി വിലയിരുത്താം. പിന്നെന്താ? സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. അത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് മേൽനോട്ടം വഹിക്കാം, അവർക്ക് എന്താണ് വേണ്ടത്, എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഗൈഡ് ചെയ്യാം, അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. അതൊക്കെ ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? മാനേജർ ഇൻചാർജിന്റെ കടമയാണ്. ഡയറക്റ്റിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട്സ്. എന്താണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാല്? ഓർമ്മയുണ്ടോ? ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും ഡ്യൂട്ടി റോസ്റ്റർ? നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ പഠിച്ചല്ലേ, ഷിഫ്റ്റിംഗ് ടൈം അല്ലെ, ഷിഫ്റ്റ് ഡ്യൂട്ടീസ് അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാം, അതൊക്കെ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇനി എന്താ? അലോട്ടിങ് റിസോഴ്സസുകൾ അല്ലെ, വിഭവങ്ങൾ അലോട്ട് ചെയ്യാം. അലോട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വിഭവങ്ങളായിരിക്കും പെടുന്നത്? ഈ എന്താ മിഷൻസ് വരും, അതുപോലെ തന്നെ സ്റ്റാഫുകള്, ഇതൊക്കെ എന്താണ്? അത് എല്ലാ നമുക്ക് കുറയുന്നതനുസരിച്ച് കുറയുന്നതനുസരിച്ചിട്ട് അനുവദിച്ചു കൊടുക്കുക. അലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുവദിച്ചു നൽകുക. പിന്നെ എന്താണ്? പോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ്. ഈ സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണം കുറച്ചുകൊണ്ട് സ്ക്രൂട്ടനൈസ്, സൂക്ഷ്മ പരിശോധന നടത്തി പോസ്റ്റ് കൺട്രോൾ ചെയ്യണം. ഓക്കെ, ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് കൺട്രോളിൽ തന്നെയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന ആ നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണം കുറച്ചുകൊണ്ട് സ്ക്രൂട്ടനൈസ് ചെയ്ത് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് പോസ്റ്റ് കൺട്രോൾ ചെയ്യണം. ഇനി എന്താ? ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഓക്കെ, കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമബിൾസ് മീനിങ് കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാല് യൂസബിൾ അല്ലെ, എന്താ? ഉപഭോക്ത വസ്തുക്കള്. ഓക്കെ, ഉപഭോക്ത വസ്തുക്കള്. അപ്പൊ എന്ത് ചെയ്യണം? സപ്ലൈസിന്റെയും കൺസ്യൂമബിൾസിന്റെയും ഇൻവെന്ററി എന്ന് പറഞ്ഞാല് വിവരപ്പട്ടിക അല്ലെ, വിവരപ്പട്ടിക മാനേജ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റോക്കിന്റെ എല്ലാ കാര്യങ്ങളും, വിവരങ്ങള് അല്ലെ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണ്, അതിന്റെ ആ വിവരപ്പട്ടിക മാനേജ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ CSSD മാനേജറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് CSSD, displaying the sterilization process,
supervising grading and training staff, directing duty roster and reports, allotting resources, post control measures to students, decrease the number of cycles, inventory management of supplies and consumables. Okay, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മുടെ ഇതോട് കൂടിയിട്ട് നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. CSST കംപ്ലീറ്റ് ആയി. ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാല് ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം. CSSTയുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് നോക്കാം. അപ്രോച്ച് ആയിട്ട് ഡിസൈൻ കൺസെപ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കൃത്യമായിട്ട്. അതുപോലെ യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ പറയുന്നത് ഫ്ലോ ചാർട്ട്, വർക്ക് ഫ്ലോ കൃത്യമായിട്ട് പഠിക്കണം. ഓർഗാനോഗ്രാം പഠിക്കണം. അതുപോലെ ഫങ്ഷണൽ ഏരിയാസ് എത്ര ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ വരുന്നത് എന്താ, റിസീവിങ് ഏരിയയില് എന്താണ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വെച്ച് തന്നെ ചെയ്യുന്നുണ്ട് അല്ലെ. ഡിസിൻഫെക്ട് ആക്കിയിട്ടാണ് CSST കൗണ്ടറിലോട്ട് റിസീവിംഗ് ഏരിയയിലോട്ട് കൊണ്ടുവരുന്നത്. അതൊന്ന് ഓർത്ത് വെക്കാം. പിന്നെ ക്ലീനിങ് ഏരിയയിൽ എന്താണ് മാനുവലിയും അതുപോലെ തന്നെ മെഷീൻ വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെഷീന്റെ പേരാണ് എന്ത്, അൾട്രാസോണിക് വാഷർ എന്നുള്ളത്. അത് ഓർത്ത് വയ്ക്കും. സ്റ്റെറിലൈസേഷൻ, ഓട്ടോക്ലേവ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ, ഫ്ലാഷ് സ്റ്റെറിലൈസർ ഓർത്ത് വെക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയയിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിള് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കണം. CSST ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കാം. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. IC എടുക്കാട്ടോ, ലാസ്റ്റ് എടുക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് ലാസ്റ്റ് പോർഷൻ മിസ് എടുക്കാം. ഓക്കെ, ചാപ്റ്റർ എടുത്തവര് ഒന്ന് പേജ് നമ്പർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ചാപ്റ്റർ 14 തന്നെയാണോ നിങ്ങളുടെ? ചാപ്റ്റർ 14 തന്നെയാണോ അല്ലെ? ഓക്കെ, ചാപ്റ്റർ 14 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ റൂമൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങള് കണ്ടിട്ടുണ്ടല്ലേ? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തായിരിക്കാം ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്? ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണ്? വേസ്റ്റുകൾ കൃത്യമാണ് ഡിസ്പോസൽ ചെയ്യുന്നത്. പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ്. എന്തൊക്കെ വേസ്റ്റുകളായിരിക്കാം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്?
ക്ലോത്ത്, പിന്നെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് വേസ്റ്റുകൾ വരാറുണ്ട്, സർജിക്കൽ ആയിട്ടല്ലേ. എക്സ്പയർഡ് ടാബ്ലറ്റ്സ്, കോട്ടൺസ്, നീഡിൽസ് അല്ലെ, കോട്ടന്റെ കൊത്ത്, ഓക്കെ, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് അല്ലെ. കെമിക്കൽസ് വരാറുണ്ട്. പിന്നെ ഫുഡ് വേസ്റ്റുകൾ, വെരി ഗുഡ്, സിറിഞ്ച്, ടിഷ്യൂസ്, ഓക്കെ, പിന്നെ അമേരിക്കാൻസ്, ഗ്ലൗസ്, ഓക്കെ, സർജിക്കൽ വേസ്റ്റ്, ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് എന്തില് വരുന്നത്, ബയോമെഡിക്കൽ വേസ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ഈ എന്താണ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വേസ്റ്റുകളിൽ നിന്ന്, ലാബിൽ നിന്നൊക്കെ, ഈ ടെസ്റ്റ് സെന്റേഴ്സിൽ നിന്നൊക്കെ എന്താണ് വരുന്ന വേസ്റ്റുകളെ നമ്മൾ പൊതുവായിട്ട് പറയുന്നതാണ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, ജീവശാസ്ത്ര പഠന സമയത്ത് ഈ ഗവേഷണം നടത്തുമ്പോൾ, അതുപോലെ തന്നെ ജീവശാസ്ത്ര പഠന സമയത്ത് ഉണ്ടാകുന്ന പല വേസ്റ്റുകളും നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റുകളായിട്ടാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. ദ എമൗണ്ട് ഓഫ് ഗാർബേജ്, ഗാർബേജ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഗാർബേജ്, ഗാർബേജ് വേസ്റ്റ് ആണ് അല്ലെ, മാലിന്യം എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിന്റെ മീനിങ് ആണ് വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യം. Garbage produced by health care institutions has increased as a result of a growing medical advancement and new hospital constructions for better health care. അപ്പോൾ ഹെൽത്ത് കെയർ നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസ് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്ത് അല്ലെ, മെഡിക്കൽ രംഗത്ത് നമ്മൾ അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ പുരോഗതി നമ്മൾ കൈവരിക്കുമ്പോൾ പല തരത്തിലുള്ള വേസ്റ്റുകൾ നമ്മൾക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അവിടെ. ഓക്കെ, അതിനെയൊക്കെ പറയുന്നതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന്. ബോത്ത് വേസ്റ്റ് ഫ്രം എനി മെഡിക്കൽ പ്രാക്ടീസ് ഇൻ ദ ഹെൽത്ത് ഫെസിലിറ്റീസ്, ടെസ്റ്റിംഗ് സെന്റേഴ്സ് ആൻഡ് ലബോറട്ടറീസ്. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽ, ക്ലിനിക്സ്, അതൊക്കെയാണ്. അങ്ങനെ ഹോസ്പിറ്റൽ ക്ലിനിക്സിൽ നിന്ന്, ടെസ്റ്റ് സെന്റേഴ്സിൽ നിന്ന്, ലബോറട്ടറിയിൽ നിന്നൊക്കെയാണ് ഉയർന്നു വരുന്ന വേസ്റ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് ഇത് ഹെൽത്ത് കെയർ വേസ്റ്റ് ഓർ ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിന്റെ മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. അപ്പോ അങ്ങനെയുള്ള ക്ലിനിക്കുകൾ, ഹോസ്പിറ്റൽ ക്ലിനിക്കുകളിൽ നിന്ന്, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ നിന്ന്, ടെസ്റ്റ് സെന്റേഴ്സിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന വേസ്റ്റുകളെയാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ വർക്കേഴ്സ്, എ ജനറൽ പബ്ലിക് ആൻഡ് നിയർ ബൈ ഫ്ലോറ ആൻഡ് ഫിഫ്ന. ഫ്ലോറ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോറ എന്ന് പറഞ്ഞാല് എന്താ മീനിങ് വരുന്നത്? ഫ്ലോറ എന്ന് പറഞ്ഞാല് ഫ്ലോറ എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യവർഗം. അതുപോലെ തന്നെ ഫ്യൂണ എന്ന് പറഞ്ഞാല് ജന്തുജാലം. ഓക്കെ, ആർ ഓൾ ദ റിസ്ക് ഫ്രം ഹോസ്പിറ്റൽ ട്രാഷ്. ഓക്കെ, hospital and other health care facilities issues with the waste disposal have grown to be cause of a raising concern. ഈ ഹോസ്പിറ്റൽ വേസ്റ്റുകളിൽ നിന്ന് ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ഉണ്ടാവാം. അങ്ങനെ ഇതൊക്കെ പലതരത്തിൽ ഉയർന്നു വരുന്ന വേസ്റ്റുകൾ അല്ലെ. ഓരോ കാര്യങ്ങളും ഇപ്പൊ ബാൻഡേജുകള്, കോട്ടൺ ക്ലോത്തുകള്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ വേസ്റ്റുകളാണ്. ഈ വേസ്റ്റുകളൊക്കെ സംസ്കരിക്കുക എന്നുള്ളത് വലിയൊരു ആശങ്കാജനകമായിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. The majority of the national developing countries are facing a difficult situation as a result of environmental pollution caused by the pathological waste generated by growing population and the resulting rapid growth in the number of health care centers.
ഈ എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസില് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ ഹെൽത്ത് കെയർ സെന്റേഴ്സ് പല രീതിയിൽ നമുക്ക് അറിയാലോ. നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല ഹോസ്പിറ്റൽസും പല പല ക്ലിനിക്കുകളും കെട്ടി ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും അല്ലെ. എവിടെ നോക്കിയാലും ഹോസ്പിറ്റലുകളാണ്. അപ്പൊ ഈ ഹോസ്പിറ്റലുകൾ ഇങ്ങനെ ഡെവലപ്പ് ആകുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന എന്താണ് പാത്തോളജിക്കൽ വേസ്റ്റുകൾ അല്ലെ, പോപ്പുലേഷൻ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ സെന്റേഴ്സ് ആയാലും ബിൽഡപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നും അത് വരുന്നുണ്ട്, പാത്തോളജിക്കൽ ആയിട്ടുള്ള വേസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. അതിൽ നിന്നും അങ്ങനെയുള്ള വേസ്റ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ അത് എന്താണ് ഇങ്ങനെയുള്ള സംസ്കരിക്കുക എന്നതൊരു ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്, സിറ്റുവേഷൻ ആണ്. അതിൽ നിന്ന് കുറെ അധികം പോപ്പുലേഷൻസ് ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംസ്കരിക്കുക എന്നത് നമുക്ക് എന്താണ് ഒരു ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലബോറട്ടറിയിൽ നിന്നും ടെസ്റ്റിംഗ് സെന്റേഴ്സിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ക്ലിനിക്കുകളിൽ നിന്നും ഉയർന്നു വരുന്ന വേസ്റ്റുകളെ പറയുന്ന പേര് എന്താണ്, ഹെൽത്ത് കെയർ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം, അത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാല് ക്ലിയർ ആയില്ലേ അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന്? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ ബയോമെഡിക്കൽ വേസ്റ്റ്? BMW. എക്സ്പാൻഡ് BMW ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് ഒരു ഹോസ്പിറ്റൽ വേസ്റ്റ്. നമ്മൾ അവിടെ കണ്ടത് എന്താണ്, ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്നും കൂടി പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. പലതരത്തില് വേസ്റ്റുകളെ നമ്മൾ പറയുന്നുണ്ട്, അത് കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തിടാം. Is any kind of a waste containing infectious bacterials produced during the treatment of both people and animals as well as during study involving the biologists. എന്താ പറയുന്നത്, ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവശാസ്ത്ര പഠന സമയത്ത് അല്ലെങ്കിൽ മനുഷ്യനെയോ മൃഗങ്ങളെയോ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അണുബാധ വരാൻ സാധ്യതയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ജീവശാസ്ത്ര പഠന സമയത്തോ അല്ലെങ്കിൽ മനുഷ്യനെയോ മൃഗങ്ങളെയോ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അണുബാധ വരാൻ സാധ്യതയുള്ള മെറ്റീരിയൽസ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണെന്നാണ് പറയുന്നത്, ജീവശാസ്ത്ര പഠന സമയത്തോ അല്ലെങ്കിൽ മനുഷ്യനെയോ മൃഗങ്ങളെയോ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്തോ ബാധ വരാൻ സാധ്യതയുള്ള മെറ്റീരിയൽസ്, അതിനെ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ് നോക്കിയേ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്: to lessen the quantity of waste that must be treated as noxious waste. Noxious എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നോക്സിയസ് എന്ന് പറഞ്ഞാല് നോക്സിയസ് എന്തായിരിക്കും? എന്താണ് നോക്സിയസ് എന്ന് പറഞ്ഞാല്? ഹാനികരമായ. ഹാനികരമായ അല്ലെ, ഹാനികരമായ വേസ്റ്റ്. നോക്സിയസ് എന്ന് പറഞ്ഞാല് ഹാനികരമായിട്ടുള്ള. അപ്പോ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ട് നമുക്ക് എന്താണ്, ഇങ്ങനെ മനുഷ്യന് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ബയോമെഡിക്കൽ വേസ്റ്റ്. നമ്മൾ ഓരോ പഠിക്കൂട്ടോ, ഓരോ കാറ്റഗറൈസ് ചെയ്ത് പല പല ബാഗുകളിലാക്കിയിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ അഡ്മിറ്റ് ആയി കിടക്കുമ്പോ പല വേസ്റ്റുകൾ, പല കൊട്ടകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഫുഡ് വേസ്റ്റ് ഇടാനായിട്ട് വേറെ കൊട്ട ഉണ്ടാവും, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഇല്ലേ, പിന്നെ അതുപോലെ തന്നെ ഡയപ്പർ അല്ലെ, പ്രായമായവർക്കൊക്കെ ഡയപ്പർ ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് കവർ തരും അല്ലെ, പ്ലാസ്റ്റിക് കവർ അതിനകത്ത് ഇടാനായിട്ട് പറയാറുണ്ട്. അത് തന്നെ അവര് എന്ത് ചെയ്യാറുണ്ട്, ക്ലിനിക് സ്റ്റാഫ് വരുമ്പോ കാലത്ത് തന്നെ എന്താണ് ഫുഡ് വേസ്റ്റ് വേറൊരു കൊട്ടയിലാക്കിയിട്ട് നമ്മൾ വെക്കുമ്പോൾ അത് കൊണ്ടുപോയിട്ട് അവർ ഡിസ്പോസൽ ചെയ്ത് കളയും. അതുപോലെ തന്നെ വേറെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിസ്പോസൽ ചെയ്ത് കളയാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പലതരത്തില് എന്താണ് കാറ്റഗറൈസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്.
പലതരത്തിലുള്ള റെഡ് കളർ ഉണ്ട്, യെല്ലോ കളർ ഉണ്ട്, വൈറ്റ് കളർ, അങ്ങനെയുള്ള പല ബാഗുകളിലാക്കിയിട്ട് നമ്മൾ ഡിസ്പോസൽ ചെയ്ത് കളയുന്നതിനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് കളറിലുള്ള ബാഗുകളിലാക്കിയിട്ട് അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ, ഇനി തുടർന്നുള്ള പോർഷനിലൊക്കെ പഠിക്കും. അപ്പൊ അങ്ങനെ മനുഷ്യന് ഹാനികരമായിട്ടുള്ള ആ വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തിലൂടെ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിലൂടെ. ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് തരം തിരിച്ച് ഓരോ ബാഗുകളിലാക്കിയിട്ട് നമ്മൾ ഡിസ്പോസൽ ചെയ്ത് കളയുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഹാനികരമായിട്ടുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരാനായിട്ട് അത് തടയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഹാനികരമായിട്ടുള്ള വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ടു, നെക്സ്റ്റ് നോക്കാം. ടു ലെസൺ ദ എക്സ്പോസിബിലിറ്റി ടു റിസ്ക് ടു നോക്സിയസ് ഹെൽത്ത് കെയർ വേസ്റ്റ് ഫോർ വർക്കേഴ്സ്. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ പല സ്റ്റാഫുകള്, നഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും ക്ലീനിങ് സ്റ്റാഫ് ആയാലും അതുപോലെ തന്നെ മറ്റു പല സ്റ്റാഫുകളായാലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താണ് ഈ റിസ്കുകൾ ഉണ്ടാവാറുണ്ട്. ഈ ഹോസ്പിറ്റലില് വേസ്റ്റുകൾ കൊണ്ട് പല റിസ്കുകളും പല ആളുകൾക്കും സംഭവിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ പല റിസ്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് എന്താണ്, ഇൻഫെക്ഷൻ ഉണ്ടാക്കാത്ത വിധം നമ്മൾ എന്ത് ചെയ്യണം, പ്രിക്കോഷൻസ് എടുക്കണം. കാരണം എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. അവർ ഈ വേസ്റ്റുകൾ കൊണ്ട് പല രോഗങ്ങൾ ഉണ്ടാവാം, പല ഇൻഫെക്ഷൻസ്, പല കാരണങ്ങൾ, പല അവർക്ക് എന്താണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എന്താണ്, to reduce the price of treatment and disposal of medical wasteകൾ. എന്താണ്, ഈ മെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസൽ ചെയ്യുന്നതിന് അതുപോലെ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൈസ് നമ്മൾ എന്ത് ചെയ്യാം, റിഡ്യൂസ് ചെയ്യാം. ഓക്കെ, മെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസൽ ചെയ്യുന്നതിന് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് അതിന്റെ പ്രൈസ് നമ്മൾ കുറയ്ക്കാം. ഇനി എന്താ പറയുന്നത്, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് to enable the reuse of non-hazardous general waste. എന്താണ് നോൺ ഹസാർഡ്സ് എന്ന് പറഞ്ഞാല്? നോൺ ഹസാർഡ്സ് വേസ്റ്റ് എന്തായിരിക്കാം? ഹസാർഡ്സ് വേസ്റ്റ് ഉണ്ട്, നോൺ ഹസാർഡ്സ് വേസ്റ്റ്. ഹാനികരമല്ലാത്ത വേസ്റ്റുകൾ. ഇപ്പോ നോൺ ഹസാർഡ്സ് വേസ്റ്റിന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ദോഷകരമല്ലാത്ത വേസ്റ്റുകൾ ഏതൊക്കെയാണ് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. പിന്നെ ക്ലോത്ത്സ്, ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങള്, പിന്നെ ഫുഡ് വേസ്റ്റുകള്, റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതൊക്കെയായിരിക്കും? യെസ്, പ്ലാസ്റ്റിക് ഐറ്റംസ് അല്ലെ. പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ്, അതുപോലെ പേപ്പേഴ്സ്, കാർഡ്ബോർഡ്സ് അല്ലെ, ഇതൊക്കെ നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അത്തരത്തിലുള്ള വേസ്റ്റുകൾ നമുക്ക് എന്താണ്, ഇങ്ങനെയുള്ള നോൺ ഹസാർഡ്സ് വേസ്റ്റുകൾ നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തിലൂടെ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിലൂടെ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, ടു ലെസൺ ദ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് ദാറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് നോക്സിയസ് വേസ്റ്റ്. ഹാനികരമായിട്ടുള്ള ആ വേസ്റ്റുകൾ, മനുഷ്യന് എന്താണ് ഹാനികരമായിട്ടുള്ള ആ വേസ്റ്റുകളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട്, ഈ വേസ്റ്റുകൾ കൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എന്താണ്, ഇങ്ങനെയുള്ള ഈ മെഡിക്കൽ വേസ്റ്റുകളുടെ ഡിസ്പോസൽ ചെയ്യുന്നതിനും അത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൈസ് നമ്മൾ കുറയ്ക്കുക. ഓക്കെ, റിഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് അല്ലെ, നോൺ ഹസാർഡ്സ് വേസ്റ്റ്, പേപ്പർ, കാർഡ്ബോർഡ്സ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, ഇതൊക്കെ എന്താണ് റീയൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഓക്കെ, ആ ഇൻട്രൊഡക്ഷൻ, പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ് വായിച്ചു നോക്കിയേ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. നോക്കാം. Who is at risk? ഇനി ആർക്കൊക്കെയാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ഈ വേസ്റ്റുകൾ കൊണ്ട് റിസ്കുകൾ സംഭവിക്കുന്നുണ്ട്. ആർക്കൊക്കെയാണെന്ന് നോക്കിയേ. ഡോക്ടേഴ്സ്, നഴ്സുമാര്, അതുപോലെ തന്നെ പേഷ്യൻസ് അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസിന് പലതരത്തിലുള്ള റിസ്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്റ്റാഫ്, ജനറൽ പബ്ലിക് ആൻഡ് എൻവയോൺമെന്റ്, ഇവർക്കൊക്കെ എന്താണ് റിസ്ക് ഉണ്ടാകുന്നുണ്ട് അല്ലെ. നേഴ്സുമാർക്കുണ്ട്, ഡോക്ടേഴ്സിനുണ്ട്, പേഷ്യൻസിനുണ്ട്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫിനുണ്ട്, അതുപോലെ വേസ്റ്റ് കളക്ഷൻ അല്ലെ, അങ്ങനെ അത്തരത്തിലുള്ള സ്റ്റാഫുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, റിസ്കുകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കായാലും എൻവയോൺമെന്റിനും ഇങ്ങനെയുള്ള എന്താണ് റിസ്കുകൾ സംഭവിക്കുന്നുണ്ട് ഈ വേസ്റ്റുകൾ കൊണ്ട്. ഓക്കെ. സോഴ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പ്രൈമറി കോൺട്രിബ്യൂട്ടർ ടു പ്രൊഡക്ഷൻ ഓഫ് മെഡിക്കൽ വേസ്റ്റ് ആർ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ്. പ്രൈമറി സോഴ്സസും ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി സോഴ്സസും ഉണ്ട്. പ്രൈമറി സോഴ്സസ് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാ വരുന്നത്? വേസ്റ്റ് ക്രിയേറ്റഡ് ഇൻ ഹോസ്പിറ്റൽ, പ്രൈമറി വരുന്നത് ഹോസ്പിറ്റൽസിൽ നിന്നുള്ള വേസ്റ്റുകള്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റേഴ്സ്, ഡയാലിസിസ് സെന്റേഴ്സ്, മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ്, ഓട്ടോപ്സി സെന്റേഴ്സ് എക്സെട്ര. ഓക്കെ, ഓട്ടോപ്സി ഒക്കെ അറിയാലോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സെന്റേഴ്സിൽ നിന്ന് വരുന്ന ഒരു പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രാഥമിക സോഴ്സുകളാണ് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ വേസ്റ്റുകള് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏതിൽ നിന്നൊക്കെയാണ്? പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിൽ നിന്നാവാം, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റേഴ്സ്, ഡയാലിസിസ് സെന്റേഴ്സ്, മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ്, ഓട്ടോപ്സി സെന്റേഴ്സ്, ഇത്തരം കാര്യങ്ങളാണ് പ്രൈമറി സോഴ്സസിൽ വരുന്നത്. ഇനി സെക്കൻഡറി സോഴ്സസിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. On the other hand, includes households, industries, educational institutions, ഇതൊക്കെയാണ് സെക്കൻഡറി സോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കാം, സെക്കൻഡറിയോ അല്ലെങ്കിൽ പ്രൈമറി സോഴ്സോ പഠിച്ചു വെക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. 8 categories of medical waste are presented by the World Health Organization, WHO അല്ലെ. WHO അല്ലെ, WHO ഫുൾ ഫോം എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബയോമെഡിക്കൽ വേസ്റ്റിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എത്രയായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? എത്രയായിട്ടാ? 8 അല്ലെ. 8 എട്ടെണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. 8 എന്നുള്ളത് ഓർത്ത് വെക്കാം, ചോദിക്കാറുണ്ട്. ഇനി എന്താണ് അത്? എത്ര നോക്കാം. നമുക്ക് 8 എണ്ണമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ജനറൽ വേസ്റ്റ്, പാത്തോളജിക്കൽ വേസ്റ്റ് ഉണ്ട്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഉണ്ട്, കെമിക്കൽ വേസ്റ്റ് ഉണ്ട്, ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, ഷാപ്സ്, ഫാർമസ്യൂട്ടിക്കൽ, പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. അങ്ങനെ 8 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇനി ജനറൽ വേസ്റ്റ്. ജനറൽ വേസ്റ്റ് എന്തൊക്കെ വരുന്നുണ്ട്? എന്തൊക്കെ വരാം? ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ പേപ്പേഴ്സ്, കാർഡ്ബോർഡ് ഐറ്റംസ്, ക്ലോത്ത്, അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ്, ഇതൊക്കെ നമുക്ക് ജനറൽ വേസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് എന്താ? പാത്തോളജിക്കൽ വേസ്റ്റ്. ഏതൊക്കെ വരാം? പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? സർജിക്കൽ ആയിട്ടുള്ളത് ഏതൊക്കെ വരാം? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നമുക്കറിയാം എന്താണ്? ഡിസീസസിൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന അല്ലെ, അതാണ് പാത്തോളജി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ബ്ലഡുകള്, ബോഡി ഫ്ലൂയിഡ്സ് ഇല്ലേ, ഇതൊക്കെ വരാം. ഇനി എന്താ?
റേഡിയോ ആക്റ്റീവ് അതെന്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട വേസ്റ്റ് ആണ് റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാല്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ് അല്ലെ? ഓക്കെ. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറഞ്ഞാല് ഈ റേഡിയന്റെ കിരണങ്ങൾ നമ്മൾക്ക് പല പല സ്കാനുകൾ എക്സ്റേ ഉണ്ടാവും, അതുപോലെ തന്നെ CT സ്കാൻ, MRI, ഇതൊക്കെ നമ്മള് റേഡിയന്റെ കിരണങ്ങൾ പുറത്ത് വിട്ടിട്ടാണ് ഇങ്ങനെയുള്ള സ്കാനുകൾ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ റേഡിയന്റെ കിരണങ്ങൾ പുറത്ത് വിടുമ്പോ ചില മെറ്റീരിയൽസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡീകേ സംഭവിക്കുന്നുണ്ട്, അഴുകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകളാണ് ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളായിട്ട് പറയുന്നത്. ഓക്കെ, റേഡിയന്റെ കിരണങ്ങൾ പുറത്ത് വിട്ടിട്ടാണ് നമ്മൾ പല സ്കാനുകളും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പല മെറ്റീരിയൽസും ഡീകേ സംഭവിക്കുന്നു. അങ്ങനെ വരുന്ന വേസ്റ്റുകളാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാല് കോട്ടൺ സ്വാബ്, ഈ പഞ്ഞി, കോട്ടൺ സ്വാബ്, SWAB, അതുപോലെ റാഗ്, RAG, റാഗ്, തുണി കഷ്ണങ്ങൾ, അതൊക്കെ എന്താണ്? പിന്നെന്താ? കണ്ടാമിനേറ്റഡ് ഗ്ലൗസ്, അണുബാധയേറ്റ ഗ്ലൗസുകൾ ഉണ്ടാവാം. സിറിഞ്ച്, നീഡിൽസ്, ടിഷ്യൂസ്, ഇതൊക്കെയാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളിൽ ഉൾപ്പെടുന്നത് കേട്ടോ. കോട്ടൺ സാബ്സ്, അതുപോലെ തന്നെ ചെറിയ മരുന്ന് കുപ്പികൾ ഉണ്ടാവാം, അതുപോലെ റാഗ്, തുണി കഷ്ണങ്ങൾ, ഇതൊക്കെ അഴുകാനായിട്ട് തുടങ്ങും. അങ്ങനെ വേസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് കെമിക്കൽ, അതറിയാലോ, കെമിക്കൽ വേസ്റ്റുകൾ. ഇൻഫെക്ഷ്യസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ്. എന്തൊക്കെയാണ് ഇൻഫെക്ഷ്യസ് വേസ്റ്റിൽ വരുന്നത്? ബ്ലഡ്, യൂറിൻ, ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ബ്ലഡ്, യൂറിൻ, ഫ്ലൂയിഡ്സ്, ഇതൊക്കെയാണ് ഇൻഫെക്ഷ്യസ് വേസ്റ്റുകളായിട്ട് പറയുന്നത്. ഇനി ഷാർപ്സിൽ എന്തൊക്കെ വരാം? പറഞ്ഞോളൂ, അറിയാൻ പറ്റുമല്ലോ. ഷാർപ്സ് എന്താണ്? കത്തി അല്ലെ, നീഡിൽസ്, സിറിഞ്ച് അല്ലെ, സിസേഴ്സ്, ഇതൊക്കെയാണ് ഷാർപ്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഫാർമസ്യൂട്ടിക്കൽ. ഏതായിരിക്കാം എക്സാമ്പിൾ എന്ന് പറഞ്ഞു നോക്കിയേ? ടാബ്ലറ്റ് അല്ലെ, ടാബ്ലറ്റ് എന്തായതാണ്? എക്സ്പയറി ആയിട്ടുള്ള ടാബ്ലറ്റ്സുകള്, മെഡിസിനുകള്, ഇതൊക്കെ വരാം അല്ലെ? ഓക്കെ. ഡ്രഗുകള്, എക്സ്പയറി ആയിട്ടുള്ള ഡ്രഗ്സുകള്, വാക്സിൻസ്, ഇതൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കലിൽ വരുന്നത്. ഇനി എന്താണ്? പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റ് മീൻസ് waste made of the both full or empty containers with the pressurized liquids, gas, or powered materials, included gas containers and aerosol cans. അപ്പോൾ പ്രഷറൈസ്ഡ് എന്താണ്? കണ്ടെയ്നർ വേസ്റ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? ഹൈ പ്രഷറില് ഗ്യാസ്, ലിക്വിഡ്സുകളൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ടാവും. ആ കണ്ടെയ്നേഴ്സ് എംപ്റ്റി ആകുമ്പോ, അല്ലെങ്കിൽ അതുപോലെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരുമ്പോ, അല്ലെങ്കിൽ എംപ്റ്റി ആകുമ്പോഴോ എന്താണ്? അത് ഹസാർഡസ് വേസ്റ്റിലേക്ക് മാറുന്നു. ഓക്കെ, പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് വേസ്റ്റ് എന്ന് പറഞ്ഞാല് ഹൈ പ്രഷറിലെ ഗ്യാസുകള്, ലിക്വിഡുകളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടാണ് ഈ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്നത്. ആ കണ്ടെയ്നേഴ്സ് എംപ്റ്റി ആകുമ്പോഴോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് ആകുമ്പോഴോ ആ വേസ്റ്റ് എന്തായിട്ട് മാറുന്നുണ്ട്? ഹസാർഡസ് വേസ്റ്റിലേക്ക് മാറുന്നു. ഈ എയറോസോൾ ക്യാൻസ് എന്നൊക്കെ പറഞ്ഞത് എന്താണ്? ഹെയർ സ്പ്രേ, അതുപോലെ തന്നെ ഈ പെയിന്റിന്റെ ആ ക്യാനുകളൊക്കെ ഉണ്ടാവൂലേ, അതാണ് എയറോസോൾ ക്യാൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. ഹെയർ സ്പ്രേ ഉണ്ട്, അതുപോലെ തന്നെ പെയിന്റ്. ഓക്കെ, അപ്പൊ അത് എന്തായിട്ട് മാറുന്നുണ്ട്? ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്കോ അത് തന്നെ എന്താണ്? ഒരു എംപ്റ്റി ആകുമ്പോഴോ ഹസാർഡസ് വേസ്റ്റ്, മാരകമായിട്ടുള്ള വേസ്റ്റിലേക്ക് അത് മാറിക്കഴിഞ്ഞു. ഓക്കെ, അതാണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാറ്റഗറീസ് ആണ് ആര് ചെയ്തിരിക്കുന്നത്? WHO ചെയ്തിരിക്കുന്നത്. 8 കാറ്റഗറി ആണ് വരുന്നത്.
ജനറൽ വേസ്റ്റ് ഉണ്ട്, പാത്തോളജിക്കൽ വേസ്റ്റ് ഉണ്ട്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഉണ്ട്, കെമിക്കൽ വേസ്റ്റ് ഉണ്ട്, ഇൻഫെക്ഷസ് വേസ്റ്റ് ഉണ്ട്, ഷാപ്സ്, ഫാർമസ്യൂട്ടിക്കൽ, പ്രിഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. ഇനി നെക്സ്റ്റ് ആണ് നോൺ ഹസാർഡസ് വേസ്റ്റ്. നോൺ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ചോദിക്കുകയാണ് മിസ്. എന്താണ് നോൺ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാല്? ഹാനികരമായിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഹാനികരമല്ലാത്തതോ? ഓക്കെ, ഹാനികരമല്ലാത്ത വേസ്റ്റുകൾ അല്ലെ. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 85% of garbage generally in majority of health care facilities is non-hazardous waste. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന മെജോറിറ്റി ആയിട്ടുള്ള വേസ്റ്റുകൾ 85% എന്താണെന്നാണ് പറയുന്നത്? നോൺ ഹസാർഡസ് വേസ്റ്റ്. This involves the waste for instance. ഇനി എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഫുഡ് സ്ക്രാപ്സ്. എന്താണത്? സ്ക്രാപ്സ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? അവശിഷ്ടങ്ങള്, ഫുഡിന്റെ അവശിഷ്ടങ്ങൾ അല്ലെ. ഫുഡിന്റെ അവശിഷ്ടം, ഫുഡ് അവശിഷ്ടങ്ങള്. ഇനി എന്താണ്? ആൻഡ് ഫ്രൂട്ട് പീൽസ്. അറിയാലോ ഫ്രൂട്ട് പീൽ? പീലെന്താ? തൊലി അല്ലെ. ഫ്രൂട്ട്സിന്റെ തൊലികൾ നമ്മൾ കട്ട് ചെയ്തൊക്കെ തൊലികൾ നമ്മൾ വേസ്റ്റ് അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി എന്താ? അലോങ് വിത്ത് വാഷ് വാട്ടർ ആൻഡ് പേപ്പർ, കാർട്ടൂൺസ്, പാക്കേജിംഗ് മെറ്റീരിയൽസ് ആൻഡ് സോ ഓൺ. ഇനി എന്താണ്? നമ്മൾ വാഷ് ചെയ്യുന്ന വാട്ടർ, അതൊക്കെ. പിന്നെ എന്താണ്? ഈ പേപ്പർ, കാർട്ടൂൺസ് എന്നൊക്കെ പറഞ്ഞാല് കാർഡ്ബോർഡ് പെട്ടികള്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാക്കേജിംഗ് മെറ്റീരിയൽസ്, പാക്ക് ചെയ്യുന്ന കവറും അതൊക്കെ എന്താണ്? ഈ നോൺ ഹസാർഡസ് വേസ്റ്റുകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഹസാർഡസ് വേസ്റ്റ്. Hazardous waste might consist of solids, liquids, sludge, or contained gases, and they are principally produced by hospitals and other industrial activities. They may have damage during insufficient procedure of storage, transportation, treatment, or disposal operations. എന്താ പറയുന്നത്? നോൺ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരുന്നുണ്ട്? സോളിഡ്സ്. എന്താ സോളിഡ്സ്? എന്തായിരിക്കും സോളിഡ്സ് എന്ന് പറഞ്ഞാല്? എന്താണ്? ഖരദ്രാവക വേസ്റ്റുകൾ അല്ലെ. ഖരദ്രാവക വേസ്റ്റുകൾ, അതായത് എന്താണ്? ഈ കത്തീറ്റർ, അതുപോലെ തന്നെ ഈ ട്യൂബുകൾ, ഇതൊക്കെ വരാം കേട്ടോ ഇതിനകത്ത്. സോളിഡ്സിൽ വരാം. കത്തീറ്ററൊക്കെ, പ്ലാസ്റ്റിക് ട്യൂബുകളൊക്കെ അതിനകത്ത് വരാം. ട്യൂബുകള്, കത്തീറ്റർ, ഇതൊക്കെ വരാം കേട്ടോ. ഇനി എന്താണ്? ലിക്വിഡ്സ്. ലിക്വിഡ്സ് അറിയാലോ. പിന്നെ എന്താണ്? സ്ലഡ്ജ്. സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലഡ്ജ് എന്തായിരിക്കും? ചെളി. ഓക്കെ. പിന്നെ എന്താണ്? കണ്ടെയ്നഡ് ഗ്യാസസ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോ എന്തിൽ നിന്നൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൽ നിന്നും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള പല വേസ്റ്റുകളും അല്ലെ, മനുഷ്യന് മാരകമായിട്ടുള്ള വേസ്റ്റുകൾ ഉയർന്നു വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൽ നിന്നായാലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ് ഈ ഹസാർഡസ് വേസ്റ്റുകൾ വരുന്നത്, മാരകമായിട്ടുള്ള വേസ്റ്റുകൾ. ഇതെന്താണെന്നാണ് പറയുന്നത്? They may have damage during insufficient procedure of storage, transportation, treatment, disposal operations. എന്താണ്? ഈ സ്റ്റോറേജ്, അതുപോലെ തന്നെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ ട്രീറ്റ്മെന്റുകൾ, അതിന്റെ ഡിസ്പോസൽസുകൾ കറക്റ്റ് ആയിട്ട് എന്താണ്? സംസ്കരിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ നമ്മൾ ഇത് ചെയ്യണം, സംസ്കരിക്കണം എന്നാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള നടപടിക്രമം ഇല്ലാത്ത രീതിയിൽ ഡിസ്പോസൽ ചെയ്യുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് എന്താണത്? ഇൻഫെക്ഷൻ വരാനായിട്ടും മനുഷ്യന് ഹാനികരം ഉണ്ടാക്കാനായിട്ടും സാധ്യതയുണ്ട് അല്ലെ. ഹസാർഡസ് വേസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാം, ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാം, അതിനുള്ള ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അത് നിർമ്മാർജ്ജനം ചെയ്ത് കളയേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, നോൺ ഹസാർഡ്സ്, ഹസാർഡസ് വേസ്റ്റ്.
ഓക്കെ, വരച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇനിയും നമ്മൾ നേരത്തെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന പോലെ തന്നെയുള്ളൊരു കാറ്റഗറൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നോക്കാം. ബയോമെഡിക്കൽ വേസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഹസാർഡ്സ് വേസ്റ്റ് ഉണ്ട്, നോൺ ഹസാർഡ്സ് വേസ്റ്റ് ഉണ്ട്. ഇനി ഹസാർഡ്സ് വേസ്റ്റിനെ രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇൻഫെക്ഷസ് വേസ്റ്റ് ഉണ്ട്, അതർ ഹസാർഡ്സ് വേസ്റ്റ് ഉണ്ട്. ഇൻഫെക്ഷസ് വേസ്റ്റിൽ വരുന്നത് എന്തൊക്കെയാണ്? നോൺ ഷാർപ്സ്, പ്ലാസ്റ്റിക് ഡിസ്പോസബിള്, ലിക്വിഡ് വേസ്റ്റുകൾ. നോൺ ഷാർപ്സിൽ എന്തൊക്കെയാ വരാം? നോൺ ഷാർപ്സിൽ ഷാർപ്പ് അല്ലാതെ ഉള്ള വേസ്റ്റുകളായിട്ട് പോകുന്നത് അല്ലെ. ഏതൊക്കെയാണ്? നീഡിൽസ്, ബ്ലേഡ്, കത്തി, സിസേഴ്സ്, ഇതൊക്കെ വരാം. മൂർച്ചയില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസുകൾ അല്ലെ, എക്യുപ്മെന്റ്സുകൾ ഇല്ലേ. അപ്പൊ അതിനൊക്കെയാണ് നോൺ ഷാർപ്സിൽ വരുന്നത്. ഇനി പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ എന്തൊക്കെയാണ്? അതറിയാലോ, പ്ലാസ്റ്റിക് ഐറ്റംസുകൾ. അതുപോലെ തന്നെ എന്താ ലിക്വിഡ് വേസ്റ്റുകളായിട്ട് പറയുന്നത് ഏതൊക്കെയാണ്? ലിക്വിഡ് വേസ്റ്റുകൾ പ്ലാസ്റ്റിക് ഐറ്റംസ്. അതുപോലെ തന്നെ ലിക്വിഡ് വേസ്റ്റുകൾ എന്തൊക്കെയാണ്? ബ്ലഡ് ഉണ്ടാവും, പിന്നെ ഫ്ലൂയിഡ്സ്, യൂറിൻ, സിറം, ഇതൊക്കെയാണ് ലിക്വിഡ് വേസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഇനി അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇൻഫെക്ഷസ് വേസ്റ്റിൽ വരുന്നത്. ഇനി അതർ ഹസാർഡ്സ് വേസ്റ്റിൽ വരുന്നത് നോക്കിയേ. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് നമ്മൾ പറഞ്ഞല്ലേ, റേഡിയോ കിരണങ്ങൾ പുറപ്പെടുവിക്കുമ്പോ അതിനകത്ത് നിന്ന് കുറച്ച് എന്താണ് മെറ്റീരിയൽസ് ഡീകേ സംഭവിച്ചിട്ട് വരുന്ന വേസ്റ്റുകൾ, റാഗ്, കോട്ടൺ സ്വാപ്പ്, ഗ്ലൗസുകൾ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്ലൗസുകൾ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൽ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി എന്താ? ഡിസ്കാർഡഡ് ഗ്ലാസസ്. അതെന്തായിരിക്കാം? ഡിസ്കാർഡഡ് ഗ്ലാസസ് എന്ന് പറഞ്ഞാല് ഈ ബൗളുകള്, അതുപോലെ തന്നെ ഈ ഗ്ലാസസുകളൊക്കെ പൊട്ടിയിട്ടുണ്ടാവില്ലേ, അത് തന്നെ. പൊട്ടിയ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഗ്ലാസസുകളൊക്കെ ഉണ്ടാവുമല്ലോ, പൊട്ടിയിട്ടുള്ളതൊക്കെ. അതിനെയാണ് ഡിസ്കാർഡഡ് ഗ്ലാസസിൽ വരുന്നത് കേട്ടോ, ആ വേസ്റ്റുകളായിട്ട് വരുന്നത്. പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് നമ്മൾ പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് ആണ് കെമിക്കൽ വേസ്റ്റുകൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, കെമിക്കൽ വേസ്റ്റുകള്. ഇനി എന്താ? അപ്പൊ കെമിക്കൽ വേസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ സെൽസിനൊക്കെ ഡാമേജ് വരുത്തുന്നത്, അതൊക്കെയാണ് കെമിക്കൽ ആയിട്ട്. അങ്ങനെയുള്ള കെമിക്കൽ വേസ്റ്റുകളാണ് കെമിക്കൽ വേസ്റ്റുകൾ എന്ന് പറയുന്നത്. നമ്മുടെ സെൽസിനൊക്കെ ഡാമേജ് വരുത്തുന്ന വേസ്റ്റുകളാണ് അതൊക്കെ. ഇനി നെക്സ്റ്റ് ആണ് സൈറ്റോടോക്സിക് വേസ്റ്റ്. എന്തായിരിക്കാം? എന്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കാം സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാല്? വിഷം അല്ലെ. എന്താണ്? സെല്ലുകളെ നശിപ്പിക്കാൻ കഴിവുള്ള ടോക്സിക് ആയിട്ടുള്ള പോയിസണസ് കെമിക്കൽസ് ആണ് ഇത് സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഡ്രഗ്സുകളൊക്കെ ഇല്ലേ? ആണോ? യെസ്. ഇനി നെക്സ്റ്റ് ആണ് ഇൻസിനറേറ്റർ ആഷ്. എന്തായിരിക്കാം? ഇൻസിനറേറ്റർ ആഷ് അറിയോ? അത് ചാരം അല്ലെ. എന്താണ്? ഈ നമ്മൾ വേസ്റ്റുകൾ കത്തിക്കുമ്പോ അതിനകത്ത് നിന്ന് എന്തുണ്ടാവാറുണ്ട്? ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞ മെഷീനിൽ നമ്മൾ വേസ്റ്റുകൾ ചെയ്ത് കത്തിക്കാറുണ്ട് അല്ലെ, ദഹിപ്പിച്ച് കളയാറുണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടും? ചാരം കിട്ടും അല്ലെ. അതാണ് ഇൻസിനറേറ്റർ ആഷ് എന്ന് പറയുന്നത്. ഓക്കെ, അതും എന്താണ്? ഹസാർഡ്സ് വേസ്റ്റ് ആണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ഡിസ്കാർഡഡ് ഗ്ലാസസ്, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ, കെമിക്കൽ വേസ്റ്റ്, സൈറ്റോടോക്സിക് വേസ്റ്റ്, ഇൻസിനറേറ്റർ ആഷ്, ഇതൊക്കെയാണ് അതർ ഹസാർഡ്സ് വേസ്റ്റിൽ വരുന്നത്. ഇനി എന്താണ്? നോൺ ഹസാർഡ്സ് വേസ്റ്റ് ഉണ്ട്. നോൺ ഹസാർഡ്സ് വേസ്റ്റിൽ എന്തൊക്കെ വരാം എന്ന് പറഞ്ഞു നോക്കി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തൊക്കെയാണ് നോൺ ഹസാർഡ്സ്? ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അല്ലെ. പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ ഗ്ലാസസുകള്, പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ഗ്ലാസസുകളൊക്കെ. അതുപോലെ തന്നെ എന്താ? ഈ പേപ്പേഴ്സ്, കാർഡ്ബോർഡ് അല്ലെ, കാർഡ്ബോർഡ് പെട്ടികള്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നോൺ ഹസാർഡ്സ് വേസ്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്.
ഹസാർഡ്സ് വേസ്റ്റ് എന്നും നോൺ ഹസാർഡ്സ് വേസ്റ്റ്. ഹസാർഡ്സ് വേസ്റ്റിൽ രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫെക്ഷസ് വേസ്റ്റ് എന്നും അതർ ഹസാർഡ്സ് വേസ്റ്റ് എന്നും. ഇൻഫെക്ഷസ് വേസ്റ്റിനെ പറയുന്നത് 3 രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നോൺ ഷാർപ്സ്, പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾസ്, ലിക്വിഡ് വേസ്റ്റ്. ഇനി അതർ ഹസാർഡ്സ് വേസ്റ്റിൽ വരുന്നത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, എന്താണ് ഡിസ്കാർഡഡ് ഗ്ലാസ്, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ, കെമിക്കൽ വേസ്റ്റ്, സൈറ്റോടോക്സിക് വേസ്റ്റ്, ഇൻസിനറേറ്റഡ് ആഷ്. ഇനി നോൺ ഹസാർഡ്സ് വേസ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു ഹാനികരമല്ലാത്ത വേസ്റ്റുകളാണ് അല്ലെ. പ്ലാസ്റ്റിക് ഐറ്റംസ് നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ പേപ്പേഴ്സ്, കാർഡ്ബോർഡ്സ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോൺ ഹസാർഡ്സ് വേസ്റ്റിൽ വരുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ, ഒന്ന് വായിച്ചു നോക്കാം ഇത്രയും വരെ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കെമിക്കൽ വേസ്റ്റിൽ വരുന്നത് ഇപ്പോ എക്സ്പയറി ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്ടറീസ് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബോക്സ് കണ്ടോ, അവിടെയൊക്കെ ഉണ്ട് കെമിക്കൽ വേസ്റ്റുകൾ. അപ്പൊ അതൊക്കെയാണ് എന്താണ് ബാക്ടറീസ്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രിപ്സ് പഠിച്ചില്ലേ, CSST നമ്മൾ സ്ട്രിപ്സ് പഠിച്ചിട്ടുണ്ട്, ടെസ്റ്റ് സ്ട്രിപ്സ്. അതൊക്കെ വേസ്റ്റുകളായിട്ട് വരുന്നുണ്ട് കേട്ടോ. മെഡിക്കേഷൻസ് ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ക്ലീനേഴ്സുകളൊക്കെ, അതൊക്കെ കെമിക്കലിൽ ഉൾപ്പെടുന്നതാണ്, കെമിക്കൽ വേസ്റ്റുകളിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.